ഇന്റർനെറ്റ് മുഴുവനും ഇപ്പോൾ എപ്സ്റ്റീൻ ലിസ്റ്റിനെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടുള്ള വീഡിയോസിന്റെ ഒഴുക്കാണ്. ഷോർട്ട് ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ, സ്റ്റൈൽ എഡിറ്റുകൾ പരക്കാണ്. ഇതിലെല്ലാം എത്രത്തോളം വിശ്വസിക്കാം? അറിയാത്തവർക്കായി ജെഫ്രി എപ്സ്റ്റീൻ ഒരു പവർഫുൾ ആയിട്ടുള്ള അമേരിക്കൻ ഇൻവെസ്റ്ററും ഫിനാൻഷ്യറും ഒക്കെയായിരുന്നു. പല പൊളിറ്റീഷ്യൻസും കോടീശ്വരന്മാരും സെലിബ്രിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ഇയാൾക്ക്. ബട്ട് ഇങ്ങനെ ഒരു പബ്ലിക് ഇമേജിന് പിന്നില് എപ്സ്റ്റീൻ ഒരു വലിയ സെക്സ് ട്രാഫിക്കിംഗ് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അതും കൊച്ചു കുട്ടികളെ വരെ ഇരയാക്കിക്കൊണ്ട്. പണവും ഇൻഫ്ലുവൻസും ഇയാൾക്ക് പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പിടിക്കപ്പെട്ട് രക്ഷപ്പെട്ടെങ്കിലും 2019 ഇയാൾ അറസ്റ്റിലായി, ജയിലിലായി. പക്ഷെ വിചാരണയ്ക്ക് മുമ്പേ എപ്സ്റ്റീൻ സെല്ലിനുള്ളിൽ സൂയിസൈഡ് ചെയ്യുന്ന നിലയിൽ കാണപ്പെട്ടു. അത് ഈ കേസിനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കി. കാരണം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരേണ്ട അയാൾ മരണപ്പെട്ടു. ഇനി എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ്? ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുമ്പോൾ അധികാരികൾ മില്യൺ കണക്കിന് റെക്കോർഡുകൾ കളക്ട് ചെയ്തിരുന്നു. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഇമെയിൽസ്, ഫ്ലൈറ്റ് ചാർട്ടുകൾ, സാക്ഷിമൊഴികൾ, ഫോട്ടോസ്, അങ്ങനെ പലതും. പല ഫയലുകളും വർഷങ്ങളായിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കോർട്ട് ഓർഡർ കാരണം, ട്രാൻസ്പെറൻസി ലോ കാരണം, അതായത് ഗവൺമെന്റ് ഈ റെക്കോർഡൊക്കെ പബ്ലിക്കിന് കൊടുക്കണം, ഹൈഡ് ആക്കാതെ. ഈ ഫയൽസ് പലതും പബ്ലിക് ആക്കിയിരിക്കുന്നു. ഇതാണ് എപ്സ്റ്റീൻ ഫയൽസ്. എപ്സ്റ്റീനിന് ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? വർഷങ്ങളായിട്ടുള്ള ചോദ്യമാണ്. ഈ ഡോക്യുമെന്റ്സിൽ നിരവധി പേരുകളുണ്ട്. ഡൊണാൾഡ് ട്രംപ് അടക്കം, ബിസിനസ് ലീഡേഴ്സ്, സെലിബ്രിറ്റീസ്, അങ്ങനെയെല്ലാം. പക്ഷെ പേര് ഉൾപ്പെട്ടത് കൊണ്ട് ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നില്ല. കോണ്ടാക്ട് വെച്ചിരുന്നത് കൊണ്ട് പേരകപ്പെട്ടവരുണ്ട്, സാക്ഷിമൊഴികളിൽ പേരുൾപ്പെട്ടവരുണ്ട്, ഇമെയിൽസ്, മീഡിയ റിപ്പോർട്ടുകൾ വഴി പേരുൾപ്പെട്ടവരുണ്ട്. ഇവരൊക്കെ തെറ്റ് ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റ് ഒന്നും ഇതുവരെ ഇല്ല. അതുകൊണ്ട് തടിയൂരാൻ എളുപ്പമാണ്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പുകളിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് റിലീസ് ആകാനുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും പോകുന്നത് കൊണ്ട് പലതും ഇനിയും ഒളിഞ്ഞു കിടക്കുകയും ചെയ്യും. പവർ, പണം കാരണം കുറച്ചുനാൾ മറച്ചു വെക്കാൻ സത്യം. പക്ഷെ ഒരു നാൾ അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും.